ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരളിയപ്പം, കുമ്പിളപ്പം, മഷ്ണയിലയപ്പം, വയനയിലപ്പം, അങ്ങനെ വയനയില വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ, പല പല പേരിൽ അറിയപ്പെടുന്നത് ആ അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ആറ്റുകാലമ്മയുടെ പ്രസാദം, ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്ക് നമ്മളിടുന്ന അമ്മയുടെ പൊങ്കാല തെരളിയപ്പം, അതിൻ്റെ റെസിപ്പിയാണ്. അതിന് ഞാൻ അരമുറി തേങ്ങയും ഒരു 250 ഗ്രാം ശർക്കരയും 4 പഴവും ഒരു 8 ഏലക്ക പൊടിച്ച് ഞാൻ സെപ്പറേറ്റ് കല്ലിൽ വെച്ച് ഇടിച്ചാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഞെവടിയിട്ടത് ഏലക്ക. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതും അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. വീണ്ടും മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സായി വരണം. മിക്സാക്കി എടുക്കുക. വീണ്ടും 1 കപ്പ് അരിപ്പൊടി, 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ വയനയിലപ്പം, മഷ്ണയിലപ്പം ഉണ്ടാക്കാൻ കുഴക്കത്തില്ലേ, ആ പരുവത്തിൽ. അപ്പോൾ അരിപ്പൊടിയാകുമ്പോൾ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും. അത് കാരണം വീണ്ടും 1 പഴം കൂടെ ഞാൻ ചേർത്തു. അപ്പോൾ ഇപ്പം മൊത്തം 5 പഴമായേ. അങ്ങനെ 5 പഴം ചേർത്തു. വീണ്ടും 1 പഴം കൂടെ ചേർത്തു. അങ്ങനെ 6 പഴമായി. 6 പഴം, അത് നമ്മുടെ പാളയംകുടം പഴമാണേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉടയ്ക്കുന്നത്, ശർക്കര ഞാൻ അരിഞ്ഞിട്ടത്, അത് പക്ഷേ ഇച്ചിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ട്. അത് കാരണം അത് കൈ കിട്ടുന്നതല്ല, ഞാനിങ്ങനെ കൈകൊണ്ട് ഞെവടി ചേർക്കുന്നതാണ്. നന്നായിട്ട് കുഴച്ച് മിക്സാക്കി നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ, അതിൽ നന്നായിട്ട് ലൂസാവണം. നന്നായിട്ട് ലൂസാക്കിയാണ്ട് ഈ ഒരു പരുവത്തിൽ, ഇതിൽ നന്നായിട്ട് ലൂസാക്കാം. നമുക്ക് പഴം വേണമെങ്കിൽ ആവശ്യം പോലെ ചേർക്കാം. എന്നിട്ട് അത് കുഴച്ചെടുക്കാം. ലാസ്റ്റ് ഞാൻ അല്പം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചതാണ് കേട്ടോ. കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ നെയ്യ് ചേർക്കാമെന്ന്. അങ്ങനെ നല്ല മണമാണ് ഇത് കുഴയ്ക്കുമ്പോൾ, വീടിനകത്ത് നല്ല മണം. അപ്പോൾ ആറ്റുകാലമ്മയുടെ തിരുമുമ്പിൽ ആ പ്രസാദം ഇടുമ്പം എന്ത് സുഗന്ധമായിരിക്കും അവിടെ എല്ലാം. ആറ്റുകാലമ്മയുടെ പൊങ്കാല ഇടുന്നവരുടെ ഭാഗ്യം. ഞാനിതുവരെ ഇട്ടിട്ടില്ല, ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ എന്നെ വിളിക്കുമ്പം ഞാൻ പോയിടും. എന്നിട്ട് അത് ഭക്ഷണയിലേക്കകത്തെടുത്ത് ഇതുപോലെ വെച്ച് 2 സൈഡും മടക്കി ആവി വരുന്ന സമയത്ത് ഇഡ്ഡലിക്കുട്ടകത്തിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പം എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തത്. കുമ്പിൾ കെട്ടി ചെയ്യാം, ഇതുപോലെ ഉരുട്ടി വെക്കാം, പരത്തി വെക്കാം. പല ഷേപ്പിൽ നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റും. വയനയില ഇപ്പം മിക്ക വീടുകളിലും കാണുമല്ലോ. ഇപ്പം ആർക്ക് വേണേലും അതുകൊണ്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് കുഴച്ചെടുക്കണം. പഴം കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. പഴം കൂടുതൽ ചേർക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ, തണുത്ത് കഴിയുമ്പോൾ കഴിക്കുക. ഇതെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഒരുപാട് ലേറ്റായി വീഡിയോ ഇടാൻ. ആറ്റുകാലമ്മയുടെ പൊങ്കാല സമയത്ത് ഞാൻ ഈ റെസിപ്പി ഇടേണ്ടതായിരുന്നു, വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.